കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണേ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1955 പൗരത്വ നിയമത്തെ പരാമർശിച്ച് താഴെ പറയുന്നവ പരിഗണിക്കുക. ഇന്ത്യയുടെ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ താഴെ പറയുന്നവയാണ്: ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, പ്രകൃതിവൽക്കരണം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി? ഒന്നാമത്തെ ചോദ്യം, അത് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിനകത്ത് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ് നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗങ്ങൾ. ഇത് +1 ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ആണ് ഒന്നാമത്തത്. ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ആണ് ഒന്നാമത് വരുന്നത്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ആണ്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ആണ് രണ്ടാമതായിട്ട് വരുന്നത്. എന്താണ്? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ആണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത്തെ എന്താണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ആണ്. എന്താണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ആണ്. നാലാമത്തത് ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. അഞ്ചാമത്തത് എന്താണ്? പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. അപ്പം ഈ അഞ്ചെണ്ണവും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നാച്ചുറലൈസേഷന്റെ മലയാളം പ്രകൃതിവൽക്കരണം എന്ന് വന്നതുകൊണ്ട് ഓപ്ഷനകത്ത് നമ്മൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് നോക്കുമ്പോൾ അത്യാവശ്യം അത് ഓക്കെ ആകും. അപ്പൊ ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, അതുപോലെ തന്നെ പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. ഇവയെല്ലാം ഏതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 5 രീതിയിൽ നമ്മൾക്ക് പൗരത്വം ലഭിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഏതാണ്? നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എത്ര രീതിയിലെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര രീതിയിലാണ്? 3 രീതിയിൽ എന്ന കാര്യം ഓർത്തുവെച്ചേക്കാം. എന്താണ്? സ്വയം വേണ്ടെന്ന് വെക്കുക. ഇംഗ്ലീഷ് ടേംസോട് ഓർത്ത് വെച്ചിരിക്കണം. കാര്യം അവർ മലയാളീകരിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും ഡിഗ്രി ലെവൽസിന് വരുന്നത്. അടുത്ത എന്താണ്? പൗരത്വം നിർത്തൽ എന്നിട്ടുള്ളതാണ് വരുന്നത്. പൗരത്വം നിർത്തലാക്കല്. മൂന്നാമത്തെ കാര്യം ആണ് മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. എന്താണ്? മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്ത്യൻ പൗരന് തന്റെ പൗരത്വം നഷ്ടപ്പെടുന്നത് പ്രധാനമായിട്ട് 3 റീസൺസ് മൂലം ആണ്. സ്വയം വേണ്ടെന്ന് വെക്കാവുന്നതാണ്, പൗരത്വം നിർത്തലാക്കുക, ദെൻ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുക. ആ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് എന്ത് നഷ്ടപ്പെടുന്നത്? ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. അപ്പം ഈ 8 പോയിന്റ്സും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പൗരത്വ നിയമം 2003 ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് കൂടെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതായത് 2003 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം 1950 ജനുവരി 26 ഇന്ത്യൻ പൗരനാകാൻ അർഹതയുള്ളവർക്ക് എന്തിനപേക്ഷിക്കാം? ഇതും ഓൾറെഡി ഒരു PYQ ആണ്. ഇരട്ട പൗരത്വത്തിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഏത് നിയമം വന്നിരിക്കുന്നത്? ഇന്ത്യൻ പൗരത്വ നിയമം 2003 ഇരട്ട പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് ആ ഒരു ഡേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. 1950 ജനുവരി 26 പറഞ്ഞു നോക്കിക്കേ. 1950 ജനുവരി 26 ഇന്ത്യൻ പൗരനാകാൻ അർഹതയുള്ളവർക്ക് ഇരട്ട പൗരത്വത്തിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തിനു ശേഷം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും PIO കാർഡ് ഉള്ളവർക്കും ആണ് ഇരട്ട പൗരത്വം നൽകുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തിനു ശേഷം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും ഏത് കാർഡാണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന കാർഡ് ഉള്ളവർക്കും ആണ് ഈ ഒരു പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നത്. അപ്പൊ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തിന് ശേഷം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ശേഷവും ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് വരുന്നവർക്കും ആണ് ഇരട്ട പൗരത്വം നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അടുത്തായിട്ട് നമ്മൾക്ക് നോക്കാൻ പോകുന്നത്, അപ്പം ഈ ഒരു ആക്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആക്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക്
അതായത് പൗരത്വം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഏതിനെ പറ്റി പറയുന്നത്? ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പറയുന്നത്. ഇന്ത്യൻ പൗരത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതോ രാജ്യത്തിലാണ് ഇന്ത്യയിലെ പൗരത്വം? ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നിട്ടാണ് നമ്മൾ കടം എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഏതാണ്? ഇത് എത്രാമത്തെ പാർട്ടിലാണ് വരുന്നത്? എത്രാമത്തെ പാർട്ടിലാണ്? പാർട്ട് 2 വരുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ട് 2 വരുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസിനെയും നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് പഠിച്ചിരിക്കണം. കാര്യം ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും ഓൾറെഡി പ്രീവിയസ് ആണ്. ബാലൻസ് ഉള്ള ചോദ്യങ്ങളും നമ്മൾക്ക് ഇനിയും പ്രതീക്ഷിച്ചിട്ട് വേണം അടുത്ത പരീക്ഷകൾക്ക് പോവാൻ വേണ്ടിയിട്ട്. ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയം അനുസരിച്ചിട്ട് ഉള്ള അല്ലെങ്കിൽ പ്രാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എവിടാണ് പറഞ്ഞിരിക്കുന്നത്? പൗരത്വവുമായി ബന്ധപ്പെട്ട് പ്രാരംഭ ദശയിലുള്ള കാര്യങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? പ്രാരംഭ ദശ എന്ന് ചോദിക്കുമ്പോൾ ഏത് പറയണം? ആർട്ടിക്കിൾ 5. സ്റ്റാർട്ടിങ് 5 ആണല്ലോ. ഇനി ലാസ്റ്റ് ആർട്ടിക്കിൾ നോക്കിക്കേ. ആർട്ടിക്കിൾ 11 പറഞ്ഞിരിക്കുന്നത്. അതായത് പൗരത്വത്തിനുള്ള അവകാശം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എഡിഷൻസും അമെന്റ്മെന്റുകളും ഒക്കെ വരുത്തുന്നത് ആർക്കാണ് വരുന്നത്? പാർലമെന്റിനാണ് അധികാരം എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് 11. 5 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അത് നിയമം മൂലം നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ കംപ്ലീറ്റ് അധികാരവും ആർക്കെന്ന് പറഞ്ഞിരിക്കുന്നു? പാർലമെന്റിന് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ആണ് ആർട്ടിക്കിൾ 11 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ മീനാക്ഷി? ഇനി അടുത്തായിട്ട് നമ്മൾക്ക് പറയേണ്ടത് ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞതും ആർട്ടിക്കിൾ 7 എന്ന് പറഞ്ഞതും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ആർട്ടിക്കിൾ 6ഉം ആർട്ടിക്കിൾ 7ഉം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ചില വ്യക്തികളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളാണ് ആദ്യം പറയുന്നത്. 6ലാണെങ്കിൽ എങ്ങനെയാണ്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവര്. 7ലാണെങ്കിൽ എന്താണ്? പാകിസ്ഥാനിലേക്കുള്ള ചില കുടിയേറ്റക്കാരുടെ പൗരത്വത്തിനുള്ള അവകാശമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നോക്കി പഠിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകും. ഫ്രമും ടൂവും വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. മനസ്സിലായോ? 6 എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക്, അതായത് ഫ്രം പാകിസ്ഥാൻ. ഇതെന്താണ്? ടു പാകിസ്ഥാൻ. അത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട്. ഫ്രം പാകിസ്ഥാൻ പിന്നെ ആർട്ടിക്കിൾ 6, ടു പാകിസ്ഥാൻ ഏതാണ്? ആർട്ടിക്കിൾ 7 ഇനിയും ആർട്ടിക്കിൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തൊഴില്, വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ വംശജരായിട്ടുള്ള ചില വ്യക്തികൾക്കൊക്കെ പുറത്ത് താമസിക്കാൻ വേണ്ടി പോവല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പൗരത്തിനുള്ള അവകാശമാണ് ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 8 പറഞ്ഞിരിക്കുന്നത്. അതായത് തൊഴില്, വിദ്യാഭ്യാസം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് പുറം രാജ്യങ്ങളിൽ പോയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ പൗരത്വം ഒന്നും റദ്ദാവത്തില്ല, ഇന്ത്യൻ പൗരത്വം. ഇനി ആർട്ടിക്കിൾ 9 പറയുന്നത് ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ് എങ്കിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 9 എന്ന് പറയുന്നത്. മനസ്സിലായോ? ആർട്ടിക്കിൾ 9 എന്ന് പറഞ്ഞത് ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഏത്? 9. ഇനി 10ാമത്തത് എന്ന് പറയുന്നത് പൗരത്വത്തിന്റെ അവകാശങ്ങളുടെ തുടർച്ചയാണ്. പൗരത്വത്തിന്റെ അവകാശങ്ങളുടെ തുടർച്ചയാണ് ഇതിനെ പറ്റി പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 10ാമത്തത്. അതായത് നമ്മൾക്ക് നോർമലി പൗരത്വം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്യുക. ഓൾറെഡി പാർലമെന്റുമായി ബന്ധപ്പെട്ട് അത് നിയമവിധേയമാണ് എന്നിട്ടുള്ള കാര്യങ്ങളൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 10. അപ്പൊ ഇനി ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാം. നന്നായിട്ട് ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവര്. അതായത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഇന്ത്യൻ പൗരത്വത്തെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. 5ാമത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 11 എന്ന് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും അമെന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 8 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ
വിദ്യാഭ്യാസമായിട്ടോ തൊഴിൽപരമായിട്ടോ വിവാഹപരമായിട്ടോ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പൗരത്വം ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 8 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 6ഉം 7ഉം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. ടു പാകിസ്ഥാൻ ആണ് സോറി ഫ്രം പാകിസ്ഥാൻ ആണെങ്കിൽ ആർ എന്ന് പറയണം. ഫ്രം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ആർക്കാണ് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്? ഫ്രം എന്ന് പറയുമ്പോൾ ആറിനാണല്ലോ. സോ ആറെന്ന് ഓർക്കണം. ഫ്രം പാകിസ്ഥാൻ. ഫ്രം. ടു എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലേക്കാണ്. സോറി ടു പാകിസ്ഥാൻ. ഫ്രം പാകിസ്ഥാൻ ആൻഡ് ടു പാകിസ്ഥാൻ. മനസ്സിലായോ? ഫ്രം പാകിസ്ഥാൻ ആണ് എങ്കിൽ ആറാമത്തത്. ഫ്രം 6. പാകിസ്ഥാൻ ടു പാകിസ്ഥാൻ ആണ് എങ്കിൽ ഏത് വരും? 7 എന്ന് പറയും. ഫ്രം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ആദ്യം ഫ്രം ടു. മനസ്സിലായോ? അപ്പൊ അതായത് ഇങ്ങനെയുള്ള കാര്യം 6, 7 എന്തായാലും ടു ഫ്രം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അഡ്രസ് വെക്കുമ്പോൾ പറയുന്നത്. ഫ്രം ടു രണ്ടും പാകിസ്ഥാനാണ്. ഫ്രം പാകിസ്ഥാൻ ആൻഡ് ടു പാകിസ്ഥാൻ. പ്രശ്നം തീർന്നോ? നമ്മൾ 6 പറഞ്ഞു, 7 പറഞ്ഞു. പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച 10 പറഞ്ഞു വെക്കണം. ഈ ഒരു വിദേശ രാജ്യങ്ങളുടെ ഈ 9 വെരി ഇമ്പോർട്ടന്റ് ആണ്. 9 എന്താണ്? വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വമേധയാ നേടിയെടുക്കുന്ന വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരന്മാരാവരുത്. വ്യക്തികൾ പൗരന്മാരാവരുത്. ആണോ? നല്ലട്ടെ. ക്ലാരിറ്റി വന്നോ അതോ ക്ലാരിറ്റി ഇല്ലേ? എല്ലാം കറക്റ്റ് ആയിട്ട് അപ്പൊ കാണാൻ പറ്റൂലേ? ക്ലാരിറ്റി കുറവാണ് ഇപ്പോഴോ? എന്തേലും വണ്ണക്കടമ ടീംസ് അവിടെ ചെയ്യുന്നവരെ ചിലപ്പോ ഇപ്പോൾ ഓക്കെ ആയി വരുന്നു എന്ന് തോന്നുന്നില്ലേ? ഓക്കെ ആയ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കിട്ടുമോ നോക്കിക്കേ. 6ഉം 7ഉം ഫ്രം ടു പാകിസ്ഥാൻ. 2 പാകിസ്ഥാനാണ്. 5ാമത്തത് സ്റ്റാർട്ടിങ്. 11ാമത്തെ പാർലമെന്റ് കൺട്രോൾ ചെയ്യുന്നു. മറ്റത് പൗരത്വത്തിന്റെ അവകാശത്തിന്റെ തുടർച്ചയാണ്. 8 എന്ന് പറഞ്ഞിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ യാതൊരുവിധ പ്രശ്നവുമില്ല നോർമലി. ഇനി ഒരാൾ ഫോഴ്സ്ഫുള്ളി അവരുടെ വിദേശ രാജ്യത്തെ പൗരത്വം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി റദ്ദാകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് 5ാമത്തത് സ്റ്റാർട്ടിങ് ആരംഭത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ എന്താണ്? പാർലമെന്റ് നിയമം മുഖേന നിയന്ത്രിക്കുന്നു. 6ഉം 7ഉം പാകിസ്ഥാന്റെ കാര്യം. 8ഉം 9ഉം വിദേശ കാര്യം. ആദ്യത്തേത് എന്താണ്? തൊഴില്, വിദ്യാഭ്യാസം, വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് നഷ്ടപ്പെടത്തില്ല. ഇനി എന്താണ്? ഫോഴ്സ്ഫുള്ളി ഒരാൾ വിദേശ രാജ്യത്തെ പൗരത്വം ആഗ്രഹിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ വ്യത്യാസം? 5ാമത്തത് സ്റ്റാർട്ടിങ്. 6ഉം 7ഉം ഫ്രം ടു പാകിസ്ഥാന്. 8ഉം 9ഉം വിദേശ രാജ്യത്തിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട തൊഴിൽ മുഖേന വിദ്യാഭ്യാസം വിവാഹം മൂലമാണ് എങ്കിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. 9 ആണ് എങ്കിൽ എന്താണ്? സ്വയമേ പോയിട്ട് വേണമെന്ന് വിദേശ രാജ്യത്തെ പൗരത്വം വേണമെന്ന് പറയുവാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാവും. 10ഉം 11ഉം ഇവിടെ നമ്മൾക്ക് ഇത് പിന്തുടർച്ചയാണ്. നമ്മൾക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട് 11ാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർലമെന്റ് ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയും കാര്യങ്ങൾ. അടുത്തതിലേക്ക് പോകാം. ഇനി ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആരെയാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
സ്വന്തം രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രീയമായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. മതപരമോ ആയ പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ മറ്റുള്ള രാജ്യങ്ങളിൽ അഭയം തേടുന്ന ജനങ്ങളെ ആണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞത്. അത് ഏത് രീതിയിലാവാം? രാഷ്ട്രീയം ആകാം, മതപരമായ പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നത് ആണ്. യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഫലമായി കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുന്നുണ്ട്. യുദ്ധം, ക്ഷാമം എന്നിവ മൂലം ഒരു പ്രദേശത്ത് നിന്ന് മാറ്റപ്പെടുന്നവയാണ് അഭയാർത്ഥികൾ. അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. അവർക്ക് നിയമപരമായിട്ട് തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാനോ സ്വത്ത് സമ്പാദിക്കുവാനോ കഴിയില്ല. അപ്പൊ അതൊരു ഗുഡ് പോയിന്റ് ആണ്. നിയമപരമായി ജോലി ചെയ്യുവാനോ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാനോ സ്വത്ത് സമ്പാദിക്കാനോ ആകില്ല. അഭയാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി UN അഭയാർത്ഥികൾക്കായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആണ് നമ്മൾ നോക്കുന്നത്. രൂപീകരിച്ച വർഷം ഏതാണ്? 1950 ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1950 രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. UN അനുബന്ധ സംഘടനയാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. രാജ്യാന്തര തലത്തിൽ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നു. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെയാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്ന കാര്യം മനസ്സിലായി. അവർക്ക് നിയമപരമായിട്ട് സ്വത്ത് സമ്പാദിപ്പിക്കുവാനോ കുട്ടികളെ പഠിപ്പിക്കുവാനോ ഒന്നും പറ്റത്തില്ല. ദെൻ ആസ്ഥാനം പഠിച്ചു വെക്കണം, രൂപീകരിച്ച വർഷം പഠിച്ചു വെക്കണം. UN അനുബന്ധ സംഘടനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയണം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതായത് കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നടപടി എടുക്കുവാൻ താഴെ പറയുന്ന ഏത് ക്രമമാണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഓപ്ഷൻ എ ആണ് ഇതുമായി കറക്റ്റ് ആൻസർ. PSC കൊടുത്തിരിക്കുന്നതും ശരിയായിട്ടുള്ള ആൻസറും അത് തന്നെ ആണ്. പലർക്കും ഇതിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇത് +2 ടെസ്റ്റിനകത്തുള്ള കണ്ടന്റ് ആണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് 4 സിംബൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഈ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തയ്യാറെടുപ്പ് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾക്കൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്ലാൻസ് ഉണ്ടാക്കുക, എമർജൻസി എക്സസൈസസ് അല്ലെങ്കിൽ എമർജൻസി റിലേറ്റ് ചെയ്തുള്ള ട്രെയിനിങ്, വാർണിംഗ് സിസ്റ്റം എല്ലാം ഏത് കേസിനകത്ത് വരുന്നു എന്ന് പരീക്ഷയ്ക്കകത്ത് ചോദിക്കാം. ഏതാണ്? തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് തയ്യാറെടുപ്പ്. അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപോടിയായിട്ട് ഇന്ന കാര്യങ്ങൾ, നമ്മൾ തന്നെ കാലാവസ്ഥ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം ഓൾറെഡി നമ്മൾക്കുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. അതെല്ലാം ഏത് കാറ്റഗറിയിലാണ്? പ്രിപ്പയർഡ്നെസ് അഥവാ തയ്യാറെടുപ്പിനകത്താണ് പറയുന്നത്. ഇനി അടുത്ത കേസാണ് റെസ്പോൺസ് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്പോൺസിന്റെ മലയാളം എന്തായിരുന്നു? പ്രതികരണം എന്നിട്ടാണ്. റെസ്പോൺസ് എന്താണ്? അതായത് ആക്ടിവിറ്റീസ് ആണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് ആയിട്ടുള്ള വാർണിംഗ് സിസ്റ്റംസ്, എമർജൻസി ഓപ്പറേഷൻസ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ. അതായത് ഇങ്ങനെയൊക്കെ അബദ്ധത്തിൽ പറ്റിപ്പോയിട്ടുള്ള ആൾക്കാരെ സെർച്ച് ചെയ്യുക, റെസ്ക്യൂ ചെയ്യുക, അതൊക്കെ ഏത് ഇതിനകത്ത് വരുന്നുണ്ട്? ഏത് കാറ്റഗറിയിലാ? റെസ്പോൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. ഓർഡർ അനുസരിച്ച് പഠിച്ചു വെച്ചേക്കണം. പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് അടുത്ത എന്താണ്? റിക്കവറി ആണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പററി ഹൗസിംഗ്, ക്ലെയിംസ് പ്രോസസിംഗ് ആൻഡ് ഗ്രാൻസ്, ലോങ് ടേം മെഡിക്കൽ കെയർ ആൻഡ് കൗൺസിലിംഗും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള മെഡിക്കൽ കെയർസും എല്ലാം എന്താണ്? റിക്കവറി. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം വീണ്ടെടുക്കുന്ന ഒരു ഘട്ടമാണ് ഏത്? റിക്കവറി എന്ന് പറഞ്ഞിരിക്കുന്ന തേർഡ് സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് മിറ്റിഗേഷൻ, അതായത് റെഡ്യൂസ് ദ എഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. അതായത് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനെ ഭാവിയിലായാലും ഇപ്പോഴായാലും കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതും ഭാവിയിലേക്ക് ഒരു മുൻകരുതലുമാണ് ഏത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ലഘൂകരണം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പൊ അവിടെ ബിൽഡിംഗ് കോഡ്സ്,
സോണിങ്, വൾണറബിലിറ്റി അനാലിസിസ്, പബ്ലിക് എഡ്യൂക്കേഷൻ എല്ലാം ഏതു കേസിനകത്ത് വരും? മിറ്റിഗേഷനകത്ത് വരും. അത്രേ ഉള്ളൂ കാര്യം അവിടുത്തത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഏതൊക്കെ കേസിനകത്ത് വരും. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ ആൻഡ് ലഘൂകരണം എന്നാണ് പറയുന്നത്. തയ്യാറെടുപ്പ്, വീണ്ടെടുക്കൽ, തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ ആൻഡ് ലഘൂകരണം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തില് തരംഗ ദൈർഘ്യത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ബാൽമർ ശ്രേണി ആണ് വരുന്നത്. എന്താണ്? ബാൽമർ ശ്രേണി ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാൽമർ സീരീസ്. ഇപ്പൊ ഈ ഒരു ചോദ്യം 2023 അതായത് നിങ്ങൾക്ക് ഐ തിങ്ക് BFO പരീക്ഷയ്ക്കോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 2022 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസവും ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തില് 5ാമത്തെ ഊർജ നിലയിൽ നിന്ന് ആദ്യത്തെ നിലയിലേക്കുള്ള ഇലക്ട്രോണിന്റെ പരിവർത്തന ഫലമായിട്ടുള്ള ശ്രേണി കാണപ്പെടുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ നിലയിൽ നിന്ന് ഇലക്ട്രോണിന്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത് ഏതു മേഖല? അൾട്രാ വയലറ്റ് മേഖലയാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അതായത് നമ്മൾക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഐഡിയാസ് വേണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മൾക്കറിയാം ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ഒരു ആറ്റം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കേസിനകത്ത് ഹൈഡ്രജനകത്ത് ആകെ ഒരെണ്ണമേ കാണത്തുള്ളൂ, ഒരു ഇത്. അപ്പം അവിടെ നമ്മൾക്ക് അതായത് ഇവിടെ നമ്മൾ ഹൈ എനർജി അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും? എനർജി കൂടുന്തോറും നമ്മൾ ചാടാനുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആവേശഭരിതരായിട്ട് കുറെ അധികം നിലകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ? അപ്പം എന്ത് ചെയ്യും? അതായത് ഇത് 1ാമത്തെ നിലയിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ ഇത് 1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 2ലേക്ക് പോകാം, 3ലേക്ക് പോകാം, 4ലേക്ക് പോവാം, 5ലേക്ക് പോവാം, 6ലേക്ക് പോകാം. അതായത് അതിന്റെ നമ്പർ ഓഫ് ഷെൽസിന്റെ എണ്ണം കൂടി, ഊർജ്ജ നിലകൾ കൂടി 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 വരാം. എനർജി നമ്മൾ കൂട്ടിക്കൊടുക്കുന്നതനുസരിച്ച്. അതായത് ഇതിനെ ഒരു ഡിസ്ചാർജ് ട്യൂബിലൊക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നു? എമിഷൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ എനർജി ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മളിപ്പോ സ്പ്രൈറ്റ് ഒക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എനർജി പറയുന്ന പോലെ ഹൈഡ്രജനെ നമ്മൾക്ക് ആ ഒരു കേസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹൈഡ്രജന് ചിലപ്പം ഈ 6ാമത്തെ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഈ 1ലേക്ക് അങ്ങ് വരാം. ഓക്കെ, അല്ലെങ്കിൽ 5ൽ നിന്ന് എങ്ങോട്ടേക്ക് വരാം? 1ലേക്ക് വരാം. അങ്ങനെ നമ്മൾക്ക് ഒന്നുകിൽ 6ൽ നിന്ന് 5ലേക്ക് വന്ന് 4ൽ നിന്ന് വന്നു 3, 2 ഇങ്ങനെ ഒരു ഓർഡറിൽ വരാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 1ലേക്ക് ഇങ്ങ് വരാം. അതായത് പല രീതിയിൽ അതിനെ എങ്ങോട്ടേക്ക് വരാം? പഴയ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റുന്നുണ്ട്, വരാൻ പറ്റണം. അതായത് നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ടേക്ക് പോയത്, നമ്മൾ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയ ആവേശമൊന്നും ഇങ്ങോട്ട് വരാൻ കാണത്തില്ല എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ആവേശത്തിന്റെ അനുസരിച്ച് എവിടോട്ടാണോ വന്ന് നിൽക്കുന്നത്, ഏത് ലെവലിലേക്കാണോ വന്ന് നിൽക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മളിപ്പോ വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞ് ദൃശ്യപ്രകാശത്തിനകത്തൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, അതുപോലെ ഹൈഡ്രജനും എന്ത് ഉണ്ടാക്കുന്നുണ്ട്? ഇങ്ങനെ എമിറ്റ് ചെയ്ത് വരുമ്പോൾ ഉയർന്ന ഊർജ നിലയിൽ നിന്ന് 1ാമത്തെ ഊർജ നിലയിലേക്ക് വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല പല സ്റ്റെപ്പുകൾ ചിലപ്പം ചാടേണ്ടി വരും. ചിലപ്പോൾ ഒറ്റയടിക്ക് ചാടുമ്പോൾ 1ലേക്ക് വന്നേക്കാം. ചിലപ്പോൾ എന്തിലേക്ക് വരാം? 5ലേക്ക് വരാം. ചിലപ്പോൾ എങ്ങോട്ട് വരാം? 4ലേക്ക് വരാം. ചിലപ്പോൾ 3ലേക്ക് വരാം. അപ്പൊ അതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ഈ ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിന് നമ്മൾ പേര് കൊടുക്കുന്നത്. മനസ്സിലാവുന്നോ പറയുന്ന കാര്യം? അപ്പൊ ആ ഒരു സ്പെക്ട്രത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഹൈഡ്രജന് നമ്മൾക്ക് എനർജി കൊടുക്കുന്ന സമയത്ത് ആ എനർജിയുടെ ബലത്തില് അത് ഉയർന്ന ഊർജ നിലകളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അതിപ്പോ വന്നത് 5ാമത്തെ ഊർജ നിലയിൽ നിന്ന് 1ാമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പേരെന്താണ് ചോദിച്ചത്, അല്ലെങ്കിൽ അത് ഏത് റീജിയൻ ആണെന്ന് ചോദിച്ചിരിക്കുമ്പോ. അതുപോലെ നമുക്ക് 4ൽ നിന്ന് ചോദിക്കാം, 3ൽ നിന്ന് ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം എവിടെ നിന്നിട്ടാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് വരുന്നത്, എന്ത് വന്നാലും ആ 1ലേക്കായിരിക്കും വരുന്നത്. സോ അതിനെ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പേര് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ?
അതായത് ഈ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കണം. ഈ ഒരു സീരീസ് മനസ്സിലായോ? ഈ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം എല്ലാ ക്വസ്റ്റിനകത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിലും എമിഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ആൻസർ സെയിം തന്നെയാണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ബേസ് ആയിട്ടുള്ള എൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഇത് ഒന്നാമത്തെ ഇതാണ്, ഇത് രണ്ടാമത്തെ ആണ്, ഇത് മൂന്നാമത്തെ ആണ്, ഇത് നാലാമത്തേത്, ഇത് 5, ഇത് 6. ഓക്കെ, ഈ ഒന്നിലേക്ക് വരികയാണ് എങ്കിൽ ഈ 6ൽ നിന്ന് 1ലേക്ക് വരാം, 5ൽ നിന്ന് 1ലേക്ക് വരാം, 4ൽ നിന്ന് 1ലേക്ക് വരാം, 3ൽ നിന്ന് 1ലേക്ക് വരാം, 2ൽ നിന്ന് 1ലേക്ക് വരാം. അപ്പം ഈ ഒന്നിലേക്ക് വന്ന് ചേരുന്നതിന് പറയുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ഏത് ഊർജ നിലയിൽ നിന്നും ഒന്നിലേക്ക് വന്ന് ചേരുന്നതിനെ പറയുന്ന പേരാണ്, ആ ഒരു ശ്രേണിക്ക് പറയുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 6ൽ നിന്ന് 1ലേക്കാവാം, 5ൽ നിന്ന് 1ലേക്കാവാം, 4ൽ നിന്ന് 1ലേക്കാവാം, 2ൽ നിന്ന് 1ലേക്കാവാം, 3ൽ നിന്ന് 1ലേക്കാവാം. ഈ ഒന്നിനേക്കാൾ കൂടിയ ഏത് സംഖ്യയിൽ നിന്നും ഏതിലേക്ക് വരാം? 1 എന്ന് പറഞ്ഞിരിക്കുന്ന ബേസിലേക്ക് വരികയാണ് എങ്കിൽ ആ ഒരു സീരീസിന് ഒരു പേര് മാത്രമേ ഉള്ളൂ, ലൈമാൻ സീരീസ്. ഇവിടെ എന്തുവാ നോക്കേണ്ടത്? ഇത് ഏതിലേക്കാണ്, 5 ആയാലും നമുക്ക് പ്രശ്നമില്ല, ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല, എവിടാണ് വന്ന് കിടക്കുന്നത് അതിന്റെ പേരാണ് ഇതിന് വരുന്നത്. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഫ്രം, ഇതെല്ലാത്തിന്റെയും 2. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ്? ഇവിടെ എല്ലാത്തിന്റെയും 6ൽ നിന്ന് വന്നത് 1, 2ൽ നിന്ന് വന്നത് 1. അപ്പൊ ഇങ്ങനെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം 1 ആണ് എങ്കിൽ അതിന്റെ പേരെന്തായിരിക്കും? ലൈമാൻ സീരീസ് എന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഇനി അടുത്ത കാര്യം നോക്കിക്കേ. അതായത് ഇവിടുത്തെ സ്പെക്ട്രൽ മേഖലയാണ് പരീക്ഷയ്ക്കകത്ത് ചോദിച്ചത്. ഏതാണ്? അൾട്രാ വയലറ്റ്. ഇപ്പൊ ലൈമാൻ സീരീസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും അത് എവിടെ വന്ന് കിടക്കത്തുള്ളൂ? ഈ n=1 വന്ന് കിടക്കത്തുള്ളൂ. മനസ്സിലാവുന്ന പറഞ്ഞത്? അപ്പൊ അവിടുത്തെ സംഭവം ആണ് അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. ആ റീജിയൻ ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി ഈ ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിനകത്ത് ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ നമ്മളുടെ വിസിബിൾ, നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു റീജിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാമർ സീരീസ് ആണ്. ബാമർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം B4 2 ആണ് അല്ലെ? ABCD കാർഡ് നിങ്ങൾ കോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 2 ആണ്. സോ ബാമർ എന്ന് പറയുമ്പോൾ 2 എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതായത് ഈ എല്ലാ 6ൽ നിന്ന് 2ലേക്ക്, 5ൽ നിന്ന് 2ലേക്ക്, 4ൽ നിന്ന് 2ലേക്ക്, 3ൽ നിന്ന് 2ലേക്ക്. മനസ്സിലാവുന്ന പറഞ്ഞ കാര്യം? അതാണ് ബാമർ സീരീസ്. അത് എങ്ങോട്ട് വരത്തില്ല? 1ലേക്ക് വരത്തില്ല. 2ലേക്കാണ് ഔട്ട്പുട്ട് എങ്കിൽ ഏതിലേ വരത്തുള്ളൂ? ആൻസർ ഈസ് ബാമർ സീരീസ് ആണ്. അപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ ഏത് വരുന്നത്? വിസിബിൾ ലൈറ്റ് വരുന്നത്. സിമ്പിൾ ആവുന്നോ പറയുന്ന കാര്യം? അപ്പം ഒന്നാമത്തേതാണ് ഏറ്റവും താഴെയാണ്, താഴെ കിടക്കുക ലൈമാൻ ആണ്. ഏത് മാനാണ് കിടക്കുന്നത്? ലൈൻമാൻ എന്നൊന്നും വിചാരിക്കരുത്, ലൈമാൻ ആണ് താഴെ കിടക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ബാമർ ആണ്. ആരാണ്? ബാമർ ആണ്. ഇനിയും അടുത്ത് നോക്കിക്കേ, പാഷൻ ആണ്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ബെഡിലൊക്കെ കയറി കിടക്കുന്നത് ഭയങ്കര പാഷനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? സോ പാഷൻ 3 ആണ്. ഈ പാഷൻ മുതൽ 3 തൊട്ട് താപ്പോട്ട് വരുന്ന റീജിയൻസ് കംപ്ലീറ്റ് ഒന്നും നമുക്ക് ആകെപ്പാടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ചോദ്യം വരുന്നത്. അൾട്രാ വയലറ്റും ദൃശ്യപ്രകാശവും. ബാക്കിയുള്ളതിന്റെ ആൻസർ എല്ലാം എന്താണ്? ഇൻഫ്രാറെഡ് ആണ് വരുന്നത്. മനസ്സിലാവുന്ന പറഞ്ഞ കാര്യം? ഇൻഫ്രാറെഡ്. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ 95% ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അൾട്രാ വയലറ്റും ദൃശ്യപ്രകാശത്തിലെ ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന കേസിനകത്ത് നമ്മൾക്ക്, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾക്ക് ഇവിടെ മൂന്നാമത്തേതിൽ വന്ന 6ൽ നിന്നോ 5ൽ നിന്നോ 4ൽ നിന്നോ അവസാനിക്കുകയാണെങ്കിൽ അതിന്റെ പേരെന്തുവാണ്? പാഷൻ അല്ലെങ്കിൽ പാഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പാഷൻ സീരീസ് ആണ് പറയുന്നത്. ഇനി അടുത്ത കേസ് ആണെങ്കിൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ 4ലേക്ക് വന്ന് നിൽക്കണം. അപ്പൊ അവിടെ എത്രയായിരിക്കും? അതിന്റെ പേര് ബ്രാക്കറ്റ് സീരീസ് എന്നിട്ടാണ്. എന്താണ്?
മൂന്നാമത്തേതാണെങ്കിൽ പാഷൻ സീരീസ് ആണ്. നാലാമത്തെ ആണെങ്കിൽ എന്താണ്? ബ്രാക്കറ്റ്. അഞ്ചാമത്തെ ആണെങ്കിൽ ഫുണ്ട്, പി ഹണ്ട് അങ്ങനെയൊക്കെ പറയും. ഫുണ്ട് ഇന്നത്തെ എഴുതിയിരിക്കുന്ന ഫുണ്ട് എന്നാ. അപ്പൊ അതെല്ലാം ഏത് റീജിയൺ ആണ്? ഇൻഫ്രാറെഡ്. അപ്പൊ അത്യാവശ്യം മനസ്സിലായോ എന്ന് പറഞ്ഞു നോക്കൂ. അതൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് അൾട്രാവയൽ, ഞാൻ ഇപ്പുറത്തെ പേജിലോട്ടൊന്ന് എഴുതാവേ. അതായത് നമ്മൾക്ക് ഇവിടെ n is equal to 1, ഇവിടെ n is equal to 2, n 3, n 4, 5, n 6. അപ്പൊ അതായത് 6ൽ നിന്ന് 1ലേക്ക് വരാം, 5ൽ നിന്ന് 1ലേക്ക് വരാം, 4ൽ നിന്ന് വരാം, 3ൽ നിന്ന് വരാം, 2ൽ നിന്ന് വരാം. അപ്പൊ ഈ ഒരു സീരീസ് എന്താണ്? ലൈമാൻ സീരീസ് ആണ്. n is equal to 1 ആണെങ്കിൽ. അപ്പൊ അതിന് നമ്മൾക്ക് എന്തുകൂടെ പറയാം? കിട്ടുന്നില്ലേ? ഫണ്ടോ? ഓക്കെ. ലൈമാൻ സീരീസ് ഏത് റേഞ്ച് ആണത്? അൾട്രാ. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഏത് വന്നിക്കണം? 2 വന്നിക്കണം. അപ്പൊ ആ ഒരു സീരീസ് എന്താണ്? വിസിബിൾ റീജിയൻ ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിൽ ദൃശ്യപ്രകാശം എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? ബാൽമർ, ബാമർ എന്നൊക്കെ പറയുന്നത്. രണ്ടും ശരിയാണ്. ഒരു പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് ആണ്. ഇത് ഒന്നാമത്തെ റേഞ്ച്, ഇത് രണ്ടാമത്തെ റേഞ്ച്. ഇനി നമ്മൾ മൂന്നാമത്തെയാണ് നോക്കുന്നത്. 6ൽ നിന്ന് 3ലേക്ക് വരാം, 5ൽ നിന്ന് 3ലേക്ക് വരാം, 4ൽ നിന്ന് 3ലേക്ക് വരാം. അപ്പൊ ആ ഒരു റീജിയൻ പറയുന്ന പേര് എന്തുവാണ്? മൂന്നാമത്തത് പാഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ച് തൊട്ട് നമ്മൾക്ക് ഏതുവാണ് പറയുന്നത്? ഇൻഫ്രാറെഡ് റീജിയൻ എന്നിട്ടാണ് പറയുന്നത്. എന്താണ്? ഇൻഫ്രാറെഡ് ആണ്. ഇനി n is equal to 4ലേക്ക് വരാം. അതായത് 6ൽ നിന്ന് നമ്മൾക്ക് 4ലേക്ക് വരാം, 5ൽ നിന്ന് 4ലേക്ക് വരാം. പാഷൻ കഴിഞ്ഞിട്ട് അടുത്ത എന്തുവാണ് നമ്മൾ പറഞ്ഞത്? പാഷൻ കഴിഞ്ഞിട്ട് വെരി ഗുഡ്, ബ്രാക്കറ്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, അല്ലെ പരീക്ഷാ ഹോളിൽ വെച്ച് നമുക്ക് സംശയം വരും എത്ര പഠിച്ചാലും, കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത സീരീസിലേക്ക് നമ്മൾ നോക്കുവാണ്. 4 കഴിഞ്ഞു. ഇനി 5ലേക്ക് വരണമെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രമേ ഉള്ളൂ. 6 മാത്രം നോക്കുന്ന സമയത്ത്. അപ്പൊ അതിന്റെ പേരെന്തുവാണ്? ഹണ്ട്, ഹുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഈ റീജിയൻസ് 3 എന്ത് തന്നെയാണ്? ഇൻഫ്രാറെഡ് റീജിയൻസ് തന്നെയാണ്. അപ്പൊ അത്യാവശ്യം മനസ്സിലായോ ഇതെന്തുവാ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഒന്നാമത്തതിലാണ് വന്ന് നിൽക്കുന്നത്. അത് 6ൽ നിന്ന് ചോദിച്ചാലും, 5ൽ നിന്ന് ചോദിച്ചാലും, 4ൽ നിന്ന് ചോദിച്ചാലും, 3ൽ നിന്ന് ചോദിച്ചാലും, 2ൽ നിന്ന് ചോദിച്ചാലും ആൻസർ ഈസ് ലൈമാൻ മാത്രമേ ആവത്തുള്ളൂ. നമ്മൾ നോക്കേണ്ടത് എന്തു മാത്രം നോക്കിച്ചാ മതി? എവിടേക്കാണ് ഇത് വന്ന് നിൽക്കുന്നത്? 2 എവിടേക്കാണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. n 2 ആണെങ്കിൽ എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. വിസിബിൾ റീജിയണിലായിരിക്കും വരുന്നത്. അത് ബാമർ സീരീസ് ആണ്. ഇനി 3ലേക്കാണ് വന്ന് നിൽക്കുന്നത്. 3ൽ നിന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. 3ലേക്കാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ആൻസർ ഈസ് പാഷൻ. ഇനി 4ലേക്കാണെങ്കിൽ എന്താണ്? ബ്രാക്കറ്റ്. 5ലേക്കാണെങ്കിൽ എന്താണ്? ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് ആ ചോദ്യം ഒന്നുകൂടെ കണ്ടിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഹൈഡ്രജൻ സ്പെക്ട്രത്തില് ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശം? ഈ ക്വസ്റ്റ്യൻ 3 times റിപ്പീറ്റ് ചെയ്തു 2022 ശേഷം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഏതാണ്? ബാൽമർ സീരീസ് ആണ് ദൃശ്യപ്രകാശം. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിനകത്ത് അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ആണ്? ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തില് അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സീരീസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ലൈൻമാൻ എന്ന് പറയണം. ലൈമാൻ. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഇൻഫ്രാറെഡ് സീരീസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വരുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ താഴെ പറയുന്ന ഓപ്ഷനകത്ത് ഏത് സീരീസിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയണം? ബ്രാക്കറ്റ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇനി ഈ ബ്രാക്കറ്റിന് പകരം നമ്മൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വരാം? ഇൻഫ്രാറെഡ് തന്നെ വെച്ചിട്ട് ബ്രാക്കറ്റിന് പകരം വരാവുന്നതാണ്
പാഷനും അതുപോലെ തന്നെ ഹുണ്ടും വരാം. അല്ലെ? അപ്പം അത് മനസ്സിലായോ? റേഞ്ച് മനസ്സിലായോ? അൾട്രാ വയലറ്റിനകത്ത് ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, വിസിബിൾ ലൈറ്റിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഫ്രാറെഡിനകത്ത് ബ്രാക്കറ്റ് വരാം, പാഷൻ വരാം, ഹുണ്ട് വരാം. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ നിലയിൽ നിന്ന് ആദ്യത്തെ 5ൽ നിന്ന് എത്രയിലേക്ക് വന്നു? 1ലേക്ക്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ ചെയ്യാവൂ? നമ്മൾക്ക് എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾക്ക് ഏത് കിട്ടണം ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തത് ലൈമാൻ സീരീസ് എന്നുള്ള ഐഡിയ വേണം. പെട്ടെന്ന് അത് അൾട്രാവയലറ്റിലേക്ക് പൊക്കോണം. ഇനി സെയിം ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു രീതി ചോദിക്കാം. 6ാമത്തതിൽ നിന്ന് 1ാമത്തതിലേക്കാണ് വരുന്നത്. അപ്പൊ അത് ഏത് റീജിയൺ എന്ന് ചോദിച്ചാൽ ഏത് പറയണം? 6ാമത്തതിൽ നിന്ന് 1ാമത്തേതെന്ന് ചോദിച്ചാലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4ൽ നിന്ന് 2ലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരണം? 4ൽ നിന്ന് 2ലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖല പറയണം? ഏത് മേഖല? ഓപ്ഷൻ നോക്കിയിട്ട് പറയൂ. ഓപ്ഷൻ നോക്കിയിട്ട്. അൾട്രാ വയലറ്റ് ആണോ, വിസിബിൾ ആണോ, ഇൻഫ്രാറെഡ് ആണോ, ഫാർ ഇൻഫ്രാറെഡ് ആണോ? ഓക്കെ, വിസിബിളിലേക്ക് പറയണം. മനസ്സിലായോ? അങ്ങനെ നമ്മൾക്ക് 4ൽ നിന്ന് 3ലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് പറയണം? 4ൽ നിന്ന് 3ലേക്ക് വരുന്നു. ഇൻഫ്രാറെഡ്. ഐഡിയ കിട്ടിയോ? മനസ്സിലായോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾക്ക് എത്ര ശ്രേണി, എത്ര ഇതല്ല, നമ്പർ അല്ല നോക്കേണ്ടത്, ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ നോക്കാവൂ. 1 ആണ് എങ്കിൽ ബാമർ, 1 ആണ് എങ്കിൽ നമ്മളുടെ എന്താ ലൈമാന്, 2 ആണ് എങ്കിൽ ബാമർ, ഔട്ട്പുട്ട് ആണ് 2, ആൻഡ് 3 ആണ് എങ്കിൽ പാഷന്, 4 ആണെങ്കിൽ ബ്രാക്കറ്റ്, 5 ആണ് എങ്കിൽ എന്ത് പറഞ്ഞു നോക്കിച്ചാ മതി? 5 ആണ് എങ്കിൽ അതിന്റെ പേര് ഹുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി പരീക്ഷയ്ക്ക് തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് വരുവാണ് എങ്കിൽ. അടുത്തിലേക്ക് പോട്ടെ. ഇനി നമ്മൾക്ക് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മൊണ്ടേഗോ ചംസ്ഫോർഡ് ഭരണ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടതാണ്. എത്ര പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്നതാണ്. പ്രവിശ്യകൾ ഡയാർക്കികൾക്കായിട്ട് നൽകിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഏതാണ് പറയേണ്ടത്? ഓപ്ഷൻ ബി ആണ്. പലരും 3ലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയും ഓപ്ഷൻ സെറ്റിംഗ് നല്ല രീതിയിലായതുകൊണ്ട് കുറച്ചു പേരൊക്കെ പെട്ട് കാണും അല്ലേ? എത്ര പേർക്ക് ശരിയായി ഇതിന്റെ ആൻസർ? പരീക്ഷ എഴുതിയവർക്ക് എത്ര പേർക്ക് ശരിയായിട്ടുണ്ട് ഇതിന്റെ ആൻസർ? സ്കിപ്പ് അടിച്ചു. അയ്യോ, തെറ്റി. അക്ഷയക്ക് ശരിയായ, ധനുഷയ്ക്കും ശരിയായിട്ടാണോ? എം കെക്കും ശരിയായി എന്നാണോ പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ഒന്ന് പഠിക്കാം. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്, അറിയാഴികയൊന്നുമില്ല, അറിവ് കൂടിപ്പോയത് കൊണ്ടാണ് പ്രശ്നം അല്ലെ? കമ്പാരിസൺ ബിറ്റ്വീൻ, അതായത് 1919 എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് നമ്മൾക്ക് 1917 ഓഗസ്റ്റ് 20, അതായത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏത് ദിവസമാണ് പ്രഖ്യാപനം നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡേറ്റ് വേണം പറയാൻ? 1917 ഓഗസ്റ്റ് 20 എന്ന കാര്യം പഠിച്ചു വെക്കണം. എന്താണ്? 1917 ഉള്ളേ.
1917 ഓഗസ്റ്റ് 20 വന്നിരിക്കുന്നത്. ഇനിയും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്? ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ഇതിന് രാജകീയമായ അനുമതി ലഭിച്ചത് 19 ഡിസംബർ 23. ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഡിസംബർ 23 ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ച ഡേറ്റ് ഡിസംബർ 23 ആണ്. ഇനി അടുത്ത് നോക്കാം, വൈസ്രോയി ആരായിരുന്നു ആ ടൈമില്? ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി എന്ന് പറഞ്ഞത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ആരാണ്? മൊണ്ടേഗു ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൊണ്ടേഗു ആണ്. അപ്പൊ വൈസ്രോയി ഏതാണ്? ചെംസ്ഫോർഡ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ആരാണ്? മൊണ്ടേഗു എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഏതാണ്? മൊണ്ടേഗു എന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ അത്രയും കാര്യം പഠിച്ചോ. ഇനിയും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും സഭയിൽ അംഗത്വം നേടിയിരുന്നത്. ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം. അപ്പൊ അവിടുത്തെ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇപ്പൊ എന്താണ്? സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശമാണ്. അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ല. പ്രായമുള്ള അനുസരിച്ചിട്ട് ആർക്കും വോട്ട് ചെയ്യാം. പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഈ ഭൂസ്വത്തിന്റെയും പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിന്റെയും ടാക്സിന്റെയും ഒക്കെ ബേസിലായിരുന്നു നമ്മൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം എങ്ങനെയായിരുന്നു? ഭൂസ്വത്തിന്റെയും ടാക്സിന്റെയും എഡ്യൂക്കേഷന്റെയും ഒക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ അതിനെ അനുസരിച്ചിട്ടായിരുന്നു വോട്ടൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷ അംഗങ്ങളും സഭയിൽ അംഗത്വം നേടിയത്. അപ്പൊ അവിടുത്തെ ഇലക്ഷൻ എങ്ങനെയായിരുന്നു? നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിക്ക് മാത്രമേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബേസിലായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. ഇനി സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിച്ചു. എന്ത് ചെയ്തു? കേന്ദ്ര ബജറ്റിൽ നിന്ന് നമ്മൾക്ക് പ്രവിശ്യ, അപ്പൊ ഈ നമ്മൾക്ക് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നത്തെ എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രൊവിൻസുകളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന ബജറ്റിനെ രണ്ടായി വേർതിരിച്ചു 1919 എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്? 1919 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ നമ്മൾ വേർതിരിച്ചു. കേന്ദ്ര ബജറ്റിൽ നിന്ന് നമ്മളുടെ പ്രൊവിൻഷ്യൽ ബജറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വേർതിരിച്ചു. പ്രവിശ്യ നിയമ നിർമ്മാണ സഭയ്ക്ക് അവരുടെ ബജറ്റുകൾ നടപ്പാക്കാനുള്ള അധികാരം ചെയ്തു കൊടുത്തു. പ്രവിശ്യ നിയമ നിർമ്മാണ സഭയ്ക്ക് അവരുടെ ബജറ്റുകൾ നടപ്പിലാക്കാനുള്ള അധികാരം ചെയ്തു. അപ്പൊ ആരായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അവരുടെ നിയമസഭ. നമ്മളുടെ സ്റ്റേറ്റിലെ നിയമസഭ എന്നൊക്കെ പറഞ്ഞ പോലെ 1919 കംപ്ലീറ്റ് കാര്യങ്ങൾ ആരുടെ അണ്ടറിലേക്ക് വരാൻ പോവുകയാണ്? പ്രവിശ്യകളിലേക്ക് വരാൻ പോകുകയാണ്. അതാണ് 1919 എന്ന് പറഞ്ഞത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട സംഭവം. ഇനിയാണ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങള്. അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആണ്. രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിസഭ സമ്പ്രദായവും മുന്നോട്ട് വെച്ചു. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാലും ദ്വിസഭ സമ്പ്രദായം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരംഭിച്ചതല്ല, മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ എന്താണ്? നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിസഭ സമ്പ്രദായവും എവിടെ വെച്ചു? അതിലേക്ക് മുന്നോട്ട് വെച്ചു. ഇനിയും സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് 26 സെൻട്രൽ PSC സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വന്നിരിക്കുന്നത്. അതായത് സെൻട്രൽ PSC ആണ്. അതായത് നമ്മൾക്ക് പ്രൊവിശ്യകൾക്കല്ല അല്ലെങ്കിൽ പ്രൊവിൻസുകൾക്കല്ല എന്ത് വന്നിരിക്കുന്നത്? PSC വന്നിരിക്കുന്നത്. പകരം ആർക്കാണ് വന്നിരിക്കുന്നത്? സെൻട്രൽ ലെവലിലാണ് PSC വന്നിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ലെവലിലാണ്. ഒന്നുകൂടെ പറയാം. 1919 നമ്മൾക്കിപ്പം ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് കുടുംബശ്രീ രൂപീകരിച്ച വർഷം അല്ലെങ്കിൽ കുടുംബശ്രീ എത്രാമത്തെ 5 ഇയർ പ്ലാനിലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് 5 ഇയർ പ്ലാനിലാണ് കുടുംബശ്രീ?
ആൻസർ ഇല്ലേ? കുടുംബശ്രീ ഏത് 5 ഇയർ പ്ലാനോ? 8? മൈ ഗോഡ്, പഠിച്ച് പിള്ളേരെല്ലാം ഒരു പരുവായെന്ന് പറഞ്ഞത് ശരിയാണല്ലേ? ഒരു കുടുംബശ്രീയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് ഇത്രയും ടൈമോ? ഓക്കെ, അതുപോലെ നമ്മൾ ഈ സ്ത്രീ എന്ന് പറയുമ്പോഴും എന്ത് ഓർത്തേച്ചാൽ മതി? സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റത്തിലുള്ള കാര്യം ഓർപ്പാ. കുടുംബശ്രീക്ക് ഞാൻ അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞു തന്നത്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ശ്രീന്ന് ഇങ്ങനെ എഴുതിയിട്ട് കുടുംബശ്രീ 9 കണ്ടോ? അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏതാണ്? 1919 നിയമം ആണ്. ഇനി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിസഭ സമ്പ്രദായവും 1919. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ PSC രൂപീകരിച്ചു. പ്രവിശ്യകൾക്ക് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിൽ എന്ത് ചെയ്തു? ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇനി പ്രവിശ്യ വിഷയങ്ങളെ 2ആയി വിഭജിച്ചു. ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും 2ആയിട്ട് വിഭജിച്ചു. പ്രവിശ്യ വിഷയങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചു? 2ആയിട്ട് തരംതിരിച്ചു. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണർ നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സഹായത്തോടെയാണ് ചെയ്തിരുന്നത്. ട്രാൻസ്ഫേർഡ് വിഷയങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഗവർണറാണ്. നിയമനിർമ്മാണ സഭയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സഹായത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പം 2 രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെ അല്ലെങ്കിൽ പ്രൊവിൻസുകൾക്കകത്തുള്ള സംഭവങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ വിഷയങ്ങളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ട്രാൻസ്ഫേർഡ് എന്നിട്ടും അതുപോലെ തന്നെ റിസർവ്ഡ് എന്നിട്ടും. റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ആരൊക്കെ ആണ്? ഗവർണറും എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ ഗവർണറോട് ചേർന്നിട്ടാണ് റിസർവ്ഡ് വിഷയങ്ങളെ നിയന്ത്രിച്ചത്. റിസർവ്ഡ് വിഷയങ്ങളെ നിയന്ത്രിച്ചത് ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും അങ്ങോട്ട് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേത് ആണെങ്കിൽ എന്താണ്? മന്ത്രിമാരാണ് വന്നിരിക്കുന്നത്. മന്ത്രിമാര് നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സഹായത്തോടെയാണ്. ഇവിടെ എന്തുവാണ്? മന്ത്രിമാരുടെ ചുമതലയോടെ. ഇവിടെ എന്താണ്? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഗവർണറുടെ ചുമതലയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. റിസർവ്ഡ് ആണെങ്കിൽ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെയും കൂടി ശുപാർശ. മന്ത്രിമാര് വരുന്നു ഏതിനകത്താണ്? ട്രാൻസ്ഫേർഡ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത് നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ. രണ്ടും ഗവർണറാണ് കോമൺ ആയിട്ട് വരുന്നത്. മന്ത്രിമാരുടെ വരുവാണ് എങ്കിൽ ട്രാൻസ്ഫേർഡ് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ അത് അല്ല എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ റിലേറ്റ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ റിസർവ്ഡും പറയണം. മന്ത്രിയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, ട്രാൻസ്ഫേർഡ് ആണ്. അല്ലാത്തത് ചോദിക്കുമ്പോൾ ഏത് വേണം? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഗവർണർ ആണ് റിസർവ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. പഠിച്ചോ? നല്ല ടൈറ്റ് ആണ്. എത്ര പഠിച്ചാലും നമ്മൾക്ക് ആദ്യമോ കാണുന്ന പോലെ തോന്നും ഇല്ലേ? എങ്ങനെയുണ്ട് അവസ്ഥ? ദേഷ്യം വരുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? എത്ര പഠിച്ചാലും ഇത് കൺഫ്യൂസിങ് ടോപ്പിക് ആണ്. ഇനിയും പറയണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പേജ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്തെ എല്ലാ പോയിന്റ്സുകളും കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. ലൈവ് ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റത്തുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഓടിച്ചു പോകുന്നുണ്ടോ. ലൈവ് ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ മൈൻഡ്സ് കിട്ടും, ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കും എന്നിട്ടുള്ള കാര്യം. രണ്ടാമത്തെ പോയിന്റ് കിട്ടുന്നോ? ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെന്റ്. രാജകീയ അനുമതി ലഭിച്ച ഡേറ്റ് കിട്ടുന്നുണ്ടോ? എസ് എന്ന് പറഞ്ഞാൽ മതി. കിട്ടുന്നുണ്ടോ? അത്യാവശ്യം 2-3 പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും.
ഓപ്ഷൻ കാണുമ്പോൾ ശരിയാക്കി വെച്ചാൽ മതി, കിട്ടും. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ. അടുത്തത് ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുണ്ടായിരുന്നത്. അടുത്തത് സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ മാറ്റി 19 പിന്നെ അവരുടെ നിയമസഭയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കിട്ടുന്നുണ്ടോന്ന്. 19 ഡിസംബർ 23 ഓർക്കണം. വൈസ്രോയി, സെക്രട്ടറി ഓർക്കണം. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ഓർക്കണം. ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ഓർത്തിച്ചു. ഇനി നോക്കിക്കേ, സ്ത്രീകൾക്ക് വോട്ടവകാശമുള്ള നിയമം. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് സഭാ സമ്പ്രദായം മുന്നോട്ട് വെച്ചു. സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് 26 സെൻട്രൽ PSC രൂപീകരിച്ചു. പ്രവിശ്യകൾക്ക് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. 2 വിഭജിച്ചു. ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ്. റിസർവ്ഡ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഗവർണർ ആണ്. മന്ത്രിമാരാണെങ്കിൽ ട്രാൻസ്ഫേർഡ് എന്ന കാര്യം ഓർത്തിച്ചാൽ മതി. മന്ത്രിയാണെങ്കിൽ നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ സഹായത്തോടെ. ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ എന്തായിട്ട് മാറി? അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും 2 തരംതിരിച്ചു. ദ്വിമണ്ഡല സമ്പ്രദായം. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ കൊള്ളാവുന്നത്? ബ്ലാക്ക് ആണോ കൊള്ളാവുന്നത്, ബ്ലൂ ആണോ കൊള്ളാവുന്നത്? ബ്ലൂ ആണോ കൊള്ളാവുന്നത്? ഓക്കെ. 35 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങള്, വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് 3 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ശില്പി സാമുവൽ ഹോർ. നിയമം പാസ്ഡ് സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ. അല്ലാത്തപ്പം ആരാണ്? ലിൻലിത്ഗോ എന്ന കാര്യം ഓർത്തിച്ചേക്കാം. നിലവിൽ വന്ന സമയത്ത് ലിൻലിത്ഗോ ആണ്. പാസ് ചെയ്ത സമയത്ത് വെല്ലിംഗ്ടൺ ആണ്. നിയമം പാസ് ചെയ്ത സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ ആണ്. നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ലിൻലിത്ഗോ. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു. അതായത് 1919 പ്രവിശ്യകളിൽ എന്ത് ചെയ്തു? ദ്വിഭരണം സ്റ്റാർട്ട് ചെയ്തു. ഇനി 1935 എന്ത് ചെയ്തു? ഈ ഒരു സംഭവത്തിനെ അങ്ങ് എൻഡ് ചെയ്തു. പ്രവിശ്യകളിലെ കംപ്ലീറ്റ് കാര്യം അവസാനിപ്പിച്ചു. ഇനി 1935 എന്ന് പറയുന്ന കേസിനകത്ത് എന്താണ് വരുന്നത്? ഇവിടെ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ സെൻട്രൽ ലെവലില് ഈ ഒരു സിസ്റ്റം ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ നൽകി. 35 എന്ത് ചെയ്തു? സെൻട്രലിൽ ഇതുപോലത്തെ ഒരു സംഭവം വന്നു. അതാണ് വ്യത്യാസം. പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നത് 35. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നത് 1935. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനം നൽകി 35 നിയമമാണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധു, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും വേർതിരിച്ച പോർഷൻസ് ഏതൊക്കെയാണ്? സിന്ധുവും ഒറീസയും എന്ന കാര്യം ഓർത്തിച്ചേക്കണം. സിന്ധുവും ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. വേർതിരിച്ച വർഷം 37 ആണ്. ബർമയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർതിരിച്ച വർഷം 37 ബേസ്ഡ് ഓൺ 1935 പ്രകാരം ആണ്. ഇനി നമ്മൾക്ക് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആണ്. പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷന്, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷന്, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ ഉണ്ടാവാൻ കാരണമായ നിയമം എന്ന് ചോദിക്കുമ്പോൾ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്?
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സെൻട്രൽ ലെവലിൽ ഒരു PSC ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1919 എന്ന കാര്യവും ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഫെഡറൽ കോടതി രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തതും 35ലേതാണ്. അധസ്ഥിത വിഭാഗങ്ങള്, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ രൂപീകരിക്കാൻ കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്? ഈ നിയമം ആണ്. അധസ്ഥിത വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ രൂപീകരിക്കാൻ കാരണമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 35ലെ സ്പെഷ്യൽ ഇലക്ട്രേറ്റ്, പ്രത്യേക ഇലക്ട്രേറ്റ് വരാൻ കാരണമായത് 35ലെ. ഇലക്ട്രേറ്റ്, സ്ത്രീകൾക്ക് വോട്ടവകാശം ചോദിക്കുമ്പോൾ 19 ആണ്. പക്ഷെ അധസ്ഥിത വർഗം, അതായത് പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇലക്ട്രേറ്റ് രൂപീകരിക്കാൻ കാരണമായത് 35ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇത് വലിയ കുഴപ്പമില്ല, 35 വലിയ കുഴപ്പമില്ല. ഇനി കേന്ദ്രത്തിൽ ദ്വിഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിതല ഭരണം, പ്രൊവിൻഷ്യകളിൽ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. കേന്ദ്രത്തിൽ ഇത് ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്തു. 11ൽ 6 പ്രവിശ്യകളിലും ദ്വിസഭ നിർദ്ദേശിക്കപ്പെട്ടു. 11ൽ 6 പ്രവിശ്യകളിലും ദ്വിസഭകൾ നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും രൂപീകരിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും രൂപീകരിക്കപ്പെട്ടു. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ആ ഒരു സംഭവങ്ങൾ പഠിച്ചു വെക്കണം. 59. അത് നമ്മൾക്കിപ്പോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് എന്ന് പറയുന്നത് പോലെ, അതുപോലെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കോപ്പിയടിയാണല്ലോ നമ്മളുടെ ആ പറഞ്ഞിരിക്കുന്ന 35ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് തന്നെ ഇവിടെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത് പോലെ ആ 35ലും എന്തുണ്ട്? ഈ സംഭവങ്ങളുടെ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതലുള്ളതാണ് ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ലിസ്റ്റാണ് ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ ഒരു ടൈമിൽ ഫെഡറൽ ലിസ്റ്റ് എന്നിട്ടാണ് പറയുന്നത്. 35ലെ നിയമം അനുസരിച്ച് ഫെഡറൽ ലിസ്റ്റില് 59. ഇനി അടുത്തത് എന്താണ്? പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ എത്രയാണ്? പ്രവിശ്യകളുമായി ബന്ധപ്പെട്ട് പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ എത്ര വരുന്നുണ്ട്? 54. പിന്നെ രണ്ടിന്റെയും കൂടെ ഐറ്റംസിൽ അത് മിക്സ്ഡ്, അത് 36 ആണ് വരുന്നത്. അപ്പൊ 59, 54, 36 എന്നിട്ടുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അത് എന്തൊക്കെ ആണ്? കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും, അതായത് യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ടൈമിൽ അതിന് ഫെഡറൽ ലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. 59 ഐറ്റങ്ങളാണ് പറയുന്നത്. 59 ഐറ്റങ്ങളാണ് എങ്കിൽ ഫെഡറൽ ലിസ്റ്റിലാണ് 35ലെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവിശ്യകളുമായി ബന്ധപ്പെട്ട് പ്രൊവിൻഷ്യൽ ലിസ്റ്റ് വന്നിരിക്കുന്നു. അവിടെ 54 ഐറ്റംസ് വന്നിരിക്കുന്നു. ഇനി കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ 59, 54, 36 പഠിച്ചു വെച്ചിരിക്കണം. ക്ലിയർ? എത്ര പ്രവിശ്യകളിൽ ദ്വിസഭ നിർദ്ദേശിക്കപ്പെട്ടു? 11ൽ 6 പ്രവിശ്യകളിലും ദ്വിസഭകൾ നിർദ്ദേശിക്കപ്പെട്ടു. അത് എവിടെയൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ വന്നത് എന്നിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കണം. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ. ഇനി ഈ ആക്ടിൽ ടോട്ടൽ എത്ര സെഷൻസ് ഉണ്ടായിരുന്നു? PYQ ആണത്. 321 സെഷൻസും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. എത്ര സെഷൻസ് ആണ്? 321 സെഷൻസും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. 321 സെഷൻസും 10 ഷെഡ്യൂളുകളും ആണ് ഉണ്ടായിരുന്നത്. 10 ഷെഡ്യൂളുകളും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രഖ്യാപിതമായ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി. ഏത് നിയമം? 1935ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഏത് നിർത്തലാക്കിയത്? 1858 പ്രഖ്യാപിതമായിട്ടുള്ള കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം. എന്താണ്? കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. എന്താണ്?
കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം? കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം നിർത്തലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനത്തിന് കൂടിയിട്ട് ഇവിടെ വോട്ട് നൽകി? 10% കൂടിയിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. ആകെ ജനസംഖ്യയുടെ 10% കൂടിയിട്ട് വോട്ടിംഗ് ചെയ്യാനുള്ളത് നിയോഗിച്ചു എന്ന് പറയുമ്പോൾ ഏത് നിയമം ആണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നു 35. റെയിൽവേ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. ഒന്നുകൂടെ 35 ഇത് കാണിച്ചു തരാം, നോക്കാം. സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വന്നു. വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ കാരണമായിട്ടുണ്ട്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ 33 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ ഇതിനൊരു കാരണം ആയിട്ടുണ്ട്. ശില്പി സാമുവൽ ഹോർ ആണ് നിയമം പാസ് ചെയ്തത്. വൈസ്രോയ് വെല്ലിംഗ്ടൺ ആണ്. ലിൻലിത്ഗോ ആണ് നിലവിൽ വന്ന സമയത്ത് വന്നിരിക്കുന്നത്. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി വന്നത് 35 ഇനിയും പ്രവിശ്യകളിൽ എന്ത് ചെയ്തു? ദ്വിഭരണം അവസാനിപ്പിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനം ഏകി. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധു, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. സിന്ധു, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിച്ചു 37 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ വന്നിട്ടുണ്ട്. ഫെഡറൽ കോടതി രൂപീകരിക്കുന്നു. പിന്നെ അധസ്ഥിത വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾ, തൊഴിലാളികൾക്ക് സ്പെഷ്യൽ ഇലക്ട്രേറ്റ് രൂപീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ 35 വേണം. സ്പെഷ്യൽ ഇലക്ട്രേറ്റ്. ഇനിയും അടുത്തായിട്ട് കേന്ദ്രത്തിൽ ദ്വിതല ഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്തു. 11 6 പ്രവിശ്യകളിലും ദ്വിസഭ നിർദ്ദേശിക്കപ്പെട്ടു. ആ സ്ഥലങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഐറ്റംസിന് യൂണിയൻ ലിസ്റ്റിന് അന്ന് പറയുന്നത് ഫെഡറൽ ലിസ്റ്റ് എന്നാണ്. 59 54 പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ വരുന്നത്, 36 കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കണക്റ്റഡ് പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ദെൻ നമ്മൾക്ക് CPO റിവിഷൻ ബാച്ച് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ദെൻ LD ടൈപ്പിസ്റ്റിനതും ബാച്ച് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ബാച്ച് കോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. അക്കാഡമിയിൽ ഇപ്പം 1 year സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു 24 എടുത്തു കഴിഞ്ഞാൽ 6 months വാലിഡിറ്റി വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഫ്രീ ടെസ്റ്റ് ഒക്കെ ജൂൺ 25 തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. അപ്പൊ നിങ്ങൾക്ക് കോഡ്, റെഫറൽ കോഡ് CGBIJU എന്ന് പറഞ്ഞിരിക്കുന്ന കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ ശരി, നമ്മുടെ ടെലഗ്രാം ചാനൽ CGBIJU's അക്കാദമി ആണ്. CGBIJU's അക്കാദമി പുതിയ കുട്ടികളുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്ലസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ശരി, ബൈ. Thank you.